ഹായ് വെൽക്കം ബാക്ക് ടു പാർലാക്സ് വെബ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5 സെൻറ്റ് സ്ഥലത്തിന് മുകളിലുള്ളവർക്ക് 30,000 മുതൽ 50,000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ സ്കീമിന് വേണ്ടി എങ്ങനെ അപേക്ഷ കൊടുക്കാം, എങ്ങനെ ഈ പൈസ ലഭിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോ എന്ന് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൃഷിഭവനിലൂടെയാണ്. 5 സെൻറ്റിന് മുകളിൽ കൃഷിയിടങ്ങൾ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. 5 സെൻറ്റിന് മുകളിലുള്ളവർക്ക് 30,000 രൂപയും 30 സെൻറ്റിന് മുകളിലുള്ളവർക്ക് 40,000 രൂപയും 1 ഹെക്ടറിന് മുകളിലുള്ളവർക്ക് 50,000 രൂപ വരെയുമാണ്. പണം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലൂടെ അപേക്ഷ നൽകാവുന്നതാണ്. തരിശു ഭൂമിയിലേക്ക് കൂടുതൽ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമാണിത്. റീബിൽഡ് കേരള എന്നതിന് അണ്ടറിൽ വരുന്ന ഒരു സ്കീം കൂടിയാണിത്. അതോടൊപ്പം തന്നെ കൂടുതൽ പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സ്കീം കൂടിയാണ്. ഇതിനായി 5 സെൻറ്റിന് മുകളിലുള്ളവർക്ക് 30,000 രൂപ, 30 സെൻറ്റിന് മുകളിലുള്ളവർക്ക് 40,000 രൂപയും 1 ഹെക്ടർ സ്ഥലത്തിനടുത്തുള്ളവർക്ക് 50,000 രൂപ വരെയും ലഭിക്കുന്നതാണ്. ഇതിനായി അപേക്ഷ നൽകാനായി നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരമടച്ച രസീത്, അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ കൂടി വയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ജില്ല, അതിനുശേഷം ബ്ലോക്ക്, നിങ്ങളുടെ ഏത് ബ്ലോക്കാണെന്ന് വെച്ചാൽ ബ്ലോക്ക്, അതിനുശേഷം നിങ്ങളുടെ ഏത് കൃഷിഭവനമാണ് അത് മൂന്നാമതായി എഴുതുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം പദ്ധതിയുടെ പേര് എന്നുള്ളിടത്ത് തരിശു ഭൂമി കൃഷി എന്ന് എഴുതാവുന്നതാണ്. അതായത് കർഷകൻ്റെ പേര്, അവിടെ നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിൽ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എഴുതുക. അതിനുശേഷം ഏത് ബാങ്കാണ് എന്നുള്ളത് താഴെ എഴുതുക. അതിനുശേഷം ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത് എഴുതുക. അതിനുശേഷം IFSC കോഡ് താഴെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ മേൽവിലാസം പൂർണ്ണമായി എഴുതുക. അതിനുശേഷം പിൻകോഡ്, മൊബൈൽ നമ്പർ എന്നിവ കൂടി എഴുതുക. അതിനുശേഷം കൃഷിസ്ഥലം, നിങ്ങൾക്ക് സ്വന്തമായുള്ള കൃഷി സ്ഥലത്തിൻ്റെ വിസ്തീർണം, അതോടൊപ്പം തന്നെ സർവേ നമ്പർ. അതിനുശേഷം നിങ്ങളുടെ എത്ര സെൻറ്റ് സ്ഥലത്തിനാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിസ്തീർണം അവിടെ എഴുതുക. അതിനുശേഷം ഏത് സർവേ നമ്പറിലുള്ള ഇടമാണ് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുക. അതോടെ അതിൻ്റെ അടുത്തതായി നിങ്ങൾ ഏതെങ്കിലും സ്ഥലം പാട്ടത്തിനെടുത്ത് നിങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തീർണം അവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം അതിൻ്റെ സർവേ നമ്പർ കൂടി രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ കൃഷി ചെയ്യുന്നതിനായി ചിലവിൻ്റെ ഒരു ചെറിയ വിവരണം ഇവിടെ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാട്ടത്തിനെടുക്കുന്നതോ അല്ല നിങ്ങളുടെ സ്വന്തമായുള്ള സ്ഥലത്ത് എത്ര കൃഷി ഇറക്കുന്നു അതിനെത്ര രൂപ ചിലവാകും എന്നുള്ളത് കൂടി ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെ ഞാൻ ആ ഡാഷ് ഉള്ളിടത്ത് നിങ്ങളുടെ പേര് രേഖപ്പെടുത്തി നിങ്ങളുടെ ഒപ്പ്, പേര് എന്നിവ എഴുതി, സ്ഥലം, തീയതി എന്നിവ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരമടച്ച രസീത് കൂടി വെച്ച് നിങ്ങൾക്ക് കൃഷിഭവനിൽ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പാർലാക്സ് വെബ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.